എന്താ എല്ലാരും കൂടെ? ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയത് കൊല്ലാനോ വളർത്താനോ? എന്ത് സംഭവിച്ചു? ആ റോബിയും കൂട്ടരും ഞങ്ങൾ ആക്രമിക്കാൻ വന്നു. ഇവിടെ ഉടനെ പോയില്ലെങ്കിൽ കൊന്നുകളയുന്നതാണ് ഭീഷണി. അതൊന്നും ഞങ്ങൾ അത്ര കാര്യമാക്കുന്നില്ല. പക്ഷെ ശരിക്കുള്ള പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയണം. തമ്പുരാനെ, എനിക്ക് തല്ലോട്ട് ശീലമില്ല. തമ്പുരാൻ ആരൊക്കെയോ ശത്രുക്കളുണ്ട്. ഞങ്ങൾ അറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ കൊട്ടാരത്തിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾ വന്നിട്ട് ദിവസം കുറച്ചായി. തമ്പുരാൻ തീരുമാനമൊന്നും പറഞ്ഞില്ല. ഇടിയാണെ മുറയ്ക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. എന്തോന്നും മിണ്ടാത്തത്? തമ്പുരാൻ ആരേക്കോ ഭയപ്പെടുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ ബോധപൂർവ്വം ഒരിക്കലും കെണിയല്ലേ പത്രത്തിലെ പരസ്യം? പറയൂ, ഞങ്ങൾക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. ഇവരാരാണെന്നറിയോ? എന്റെ മക്കൾ രാമവർമ്മയും സേതുലക്ഷ്മിയും. തൃപ്പത്തൂർ കോവിലകത്തിന്റെ അവകാശികളാകേണ്ടിയിരുന്നവർ. ഈ കൊട്ടാരത്തിന്റെ അകത്തളങ്ങൾക്ക് ഉണർവേകിയിരുന്നവർ. ആ ഇടയ്ക്കാണ് ബോംബെയിലായിരുന്ന ധർമ്മരാജ് എസ്റ്റേറ്റ് മാനേജരായിട്ട് ഇവിടെ എത്തുന്നത്. പഴയൊരു സുഹൃത്തിന്റെ മകനായിരുന്നത് കൊണ്ട് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അയാളെ വിശ്വസിച്ചേൽപ്പിച്ചു. സി ഡിവിഷനിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകളിൽ ഇത്തിരി കണിശാവുന്നു നന്ന്. തേയിലയുടെ കാര്യല്ലേ, വരവനുസരിച്ച് ചെലവ് ചെയ്യുന്നാവും ബുദ്ധി. ഞാൻ ധർമ്മനെ കുറ്റം പറയുകയല്ല. ധർമ്മൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. എല്ലാറ്റിനും ഒരു കണ്ണ് വേണം. യു ഗെറ്റ് മീ? യെസ്. നൗ യു ക്യാൻ ഗോ. ഓക്കെ. എത്ര നേരം ഇപ്പൊ വരും വെച്ച് അതിനച്ഛൻ നമ്പുരാൻ വിടണ്ടേ? കണക്കുകളും കാര്യങ്ങളും പറഞ്ഞ് നേരം പോകുമ്പോ അങ്ങേർക്കറിയില്ലല്ലോ പുന്നാരമോള് സേതുലക്ഷ്മി ഇവിടെ ഇങ്ങനെ എന്നെയും കാത്തോണ്ട് ബോറടിച്ച് നിപ്പാണെന്ന്. അമ്മയുടെ കണ്ണു വെട്ടിച്ചാ ഇവിടെ വന്ന് നിക്കുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛനോടും അമ്മയോടും തുറന്നു പറയാം. പിന്നെ പ്രശ്നമില്ലല്ലോ. അയ്യോ വേണ്ട. ഇപ്പൊ വേണ്ടല്ലേ? ആ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? സേറ്റ് കല്യാണക്കാരിയോ മറ്റോ ആണോ? എപ്പോ നോക്കിയാലും ഈ ധർമ്മേട്ടന് അതേ ചിന്തയുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചിന്തിക്കാനാ? സേതുലക്ഷ്മി, അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഓക്കെ, സീ യു ബേബി. മേലിൽ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ഈ രാമവർമ്മയുടെ തനി സ്വഭാവം നീ അറിയും. Remember it. ഗുഡ് മോർണിംഗ് സർ. സാർ വിളിപ്പിച്ചത്? ഇന്ന് രാത്രി താൻ ഡ്യൂട്ടിയിലുണ്ടാവണം. പുലർച്ചെ മദ്രാസിലേക്ക് പോകുന്ന ലോറികളുടെ കൂട്ടത്തിൽ 2 ലോറികൾ കൂടെ കാണും. ഗേറ്റ് പാസ് ഉണ്ടാവില്ല, വിട്ടേക്കണം. ശരി സാർ. ഓക്കെ. അവിഹിതമായത് എന്തും വെട്ടിപ്പിടിക്കാൻ ഏത് മാർഗം സ്വീകരിക്കാനും അവന് മടിയില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. തൃപ്പത്തൂർ കോവിലകത്തെ സ്വത്തുക്കൾ അവന്റെ ലക്ഷ്യം അതായിരുന്നു. അതിനുവേണ്ടി എന്റെ സേതുലക്ഷ്മിയെ കരുവാക്കുകയായിരുന്നു അവൻ. അവന്റെ നിർബന്ധപ്രകാരം അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു. ധർമ്മരാജന്റെ വാക്കുകളിൽ വിശ്വസിച്ച എന്റെ മോക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ പോയി. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനും അവൾക്കായില്ല. എങ്കിലും ഏറെ കഴിയും മുമ്പ് തന്നെ അവൾക്ക് എല്ലാം മനസ്സിലായി കാണണം. ഒരു ദിവസം അവൾ എന്നെ ഫോണിൽ വിളിച്ചു. പഴയ നിഷേധത്തിന്റെ സ്ഥാനത്ത് അവളുടെ വാക്കുകളിൽ കുറ്റബോധമായിരുന്നു. എല്ലാം ഇട്ടെറിഞ്ഞു പോരാൻ ഞങ്ങൾ അവളോട് പറഞ്ഞു.
പക്ഷേ എന്താ ഇത്ര പെട്ടെന്നിങ്ങനെ തോന്നാൻ? ചെൽമി. ചോദ്യം സ്വന്തം മനസ്സാക്ഷിയോട് തന്നെയായാലും അതിനുള്ള ഉത്തരവും കിട്ടും. See, you are my wife. എന്റെ ഭാര്യയാണെന്ന് എവിഡൻസ് വേണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിലുണ്ട്. വെറും ഒരു കടലാസ് തുണ്ടിലൂടെയുള്ള ബന്ധം മാത്രമേ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ളൂ. നിയമത്തിന്റെ ചരടുകൊണ്ട് ഈ സേതുലക്ഷ്മിയെ കുരുക്കിട്ട് പിടിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട മിസ്റ്റർ ധർമ്മരാജ്. നിയമം നിങ്ങളുടെ സ്വന്തമൊന്നും അല്ലല്ലോ. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് തീരുമാനിച്ചു? നിയമപരമായി തന്നെ ഡൈവോഴ്സ് ചെയ്യാൻ. എന്താ? What the bloody hell do you mean by divorce? സംഭവിച്ചതെല്ലാം ഞാൻ അച്ഛനോട് തുറന്നു പറയും. എന്റെ അച്ഛനും ചേട്ടനും വിചാരിച്ചാൽ പലതും നടക്കും. No baby, that's impossible. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നെയും എന്റെ കുടുംബത്തെയും നശിപ്പിച്ച് സ്വത്തും പണവും തട്ടിയെടുക്കാൻ ശ്രമിച്ച വഞ്ചകനാണ് നിങ്ങൾ. You are a cheat. Yes, you are a cheat. നിങ്ങളെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. I hate you. സേതുലക്ഷ്മി. No, call me princess. You bloody bitch. രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിഹ്നിച്ചിതറിയ എന്റെ പൊന്നുമോളുടെ ശരീരം കണ്ടുകിട്ടി. ചെയ്തുപോയ തെറ്റിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് എല്ലാവരും കരുതിയുള്ളൂ. ലക്ഷ്മി മാനസികമായി ആകെ തകർന്നു. പുറമേ പ്രചരിച്ച വാർത്ത വിശ്വസിക്കാൻ രാമുവിനായില്ല. എന്റെ പൊന്ന് പെങ്ങളെ കൊന്നിട്ട് ജീവിതകാലം കൂടെ സുഖമായി കഴിയാന്ന് കരുതിയാ പട്ടി. Bloody rascal. So sorry, Ramu. ലക്ഷ്മിമോളെ കൊന്നത് ധർമ്മരാജാണെന്ന് കോടതി തെളിയിക്കാനാകാതെ പോയി. എങ്കിലും അവന് ജീവപര്യന്തം ശിക്ഷ കിട്ടി രാമുവിനെ കൊന്നതിന്. ഒരിക്കൽ പരോളിൽ ഇറങ്ങിയപ്പോ അവനിവിടെ വന്നിരുന്നു. തമ്പുരാനെയും തമ്പുരാറ്റെയും കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഏതു നിമിഷവും അവനിവിടെ എത്താം, അവരെ കൊല്ലാൻ അവകാശം സ്ഥാപിക്കാൻ. നിധി പോലെ കാത്തു സൂക്ഷിച്ച സ്വത്തിന്റെ ഒരു തരി പോലും അവൻ സ്വന്തമാക്കാതിരിക്കാൻ തമ്പുരാൻ ഒറ്റ വഴിയേ കണ്ടുള്ളൂ: എല്ലാം ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുക. അതുവഴി സ്വന്തം മക്കളുടെ ഓർമ്മകളിൽ മുഴുകി ജീവിക്കുക. അതിനുവേണ്ടിയാണ് ക്ഷത്രിയരായ നിങ്ങളെയൊക്കെ അദ്ദേഹം വിളിച്ചു വരുത്തിയത്.
പവിത്രൻ തമ്പുരാൻ, ആധാരമെഴുത്തുകാരൻ രാഘവൻ നായരുടെ മകൻ. ഓ, മൂലം തിരുനാൾ കൊണ്ടോട്ടിക്കാരൻ ബഷീർ. ഐ നോ യു ഓൾസോ മിസ്റ്റർ ജിമ്മി തമ്പുരാൻ. ചെത്തിപ്പുഴയിൽ തേങ്ങാ വെട്ടുകാരൻ തോമസിന്റെ മകൻ. റൈറ്റ്, അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. താനാരാ? തൃപ്പത്തൂർ കോവിലകത്തെ പുതിയ തമ്പുരാൻ? യെസ്, ഐ എം ധർമ്മരാജ്, കോവിലകത്തെ പുതിയ തമ്പുരാൻ. ഏത് തമ്പുരാനായാലും കൊള്ളാം, അഭ്യാസമൊക്കെ ഇതിന്റെ പുറത്ത് മതി. ഓക്കെ, എനിക്കും അത് തന്നെ പറയാനുള്ളൂ. വാട്ട് ദ ഹെൽ ഡോണ്ട് യു ഓൾ ഗോ ഔട്ട് ഓഫ് ദിസ് കേസ്? വരട്ടാതോ, താൻ എന്ന് മുതൽ ഈ തമ്പുരാനായെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഊട്ടിയിലെ കുറച്ച് ചീപ്പ് റേറ്റ് ഗുണ്ടാസിനെ കൂട്ടുപിടിച്ച് തന്റെ അഭ്യാസമൊന്നും ഞങ്ങളത് വേണ്ട. ജീവിക്കാൻ വേണ്ടി ഒരു സുപ്രഭാതത്തിൽ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് പോകുന്നവരാ ഞങ്ങള്. തമ്പുരാനാവാനും വേണ്ടി വന്ന തറയാവാനും ഞങ്ങൾക്കറിയാം. ഈ കൈക്ക് പണിയുണ്ടാക്കണ്ട. ഞാൻ എന്ത് ചെയ്യൂ? കളിക്കരുത്. എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാണ് അത്തണ്ടി. ദ്രോഹി! ഹലോ തമ്പുരാൻ. തമ്പുരാൻ, റിലാക്സ് ബേബി. ഹൗ ആർ യു? തമ്പുരാൻ രാജശേഖരവർമ്മ തമ്പുരാൻ. അതല്ല, നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസവും കാത്തിരിക്കുകയായിരുന്നു ഞാൻ നിന്നെ കൊല്ലാൻ. എന്നെ കൊല്ലാനോ? ഓക്കെ, അതിനുവേണ്ടിയായിരിക്കും തമ്പുരാൻ ഈ കാലാൽപ്പടയെ സംഘടിപ്പിച്ചത്. അതെ, തൃപ്പത്തൂർ കോവിലകത്തിന്റെ സ്വത്ത് നിന്റെ കയ്യിലെത്താൻ ഞാൻ സമ്മതിക്കില്ല. തമ്പുരാൻ, വൈ യു ഷൗട്ടിംഗ്? ലീഗലി ഞാനാണ് ഇതിന്റെ എല്ലാം അവകാശി. എന്റെ മക്കളെ വഞ്ചിച്ചു കൊന്നു നേടിയ അവകാശം. വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. ലക്ഷ്യത്തിലെത്താൻ ഏതു വഴിയും സ്വീകരിക്കുന്നവനാണ് ഈ ധർമ്മരാജ്. എടാ, അയ്യോ തമ്പുരാനെ, തമ്പുരാനെ. എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് കിട്ടണം. ഡു യു ഗെറ്റ് ദാറ്റ് റൈറ്റ്, ഓൾ മാൻ? ആൻഡ് ലിസൺ, എത്രയും വേഗം ഇവിടെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പോയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഡു യു ഗെറ്റ് ദ പോയിന്റ് പ്രോപ്പർലി? ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ടു യു ഓൾ. അതർവൈസ് നിൽക്കൂ. അഭിനയം അസലായിട്ടുണ്ട്. കേട്ടതെല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്താ, നാവിറങ്ങിപ്പോയോ? തമ്പുരാനെ, ഞങ്ങള് ചെയ്തത് തെറ്റാണെന്നും ക്ഷമിക്കണമെന്നും ആയിരിക്കും. എങ്ങനെ മനസ്സ് വന്നു എന്ന് തെറ്റ് ചെയ്യുക, പിന്നെ ക്ഷമ ചോദിക്കുക, എളുപ്പമായല്ലോ. വേണ്ട, ഇറങ്ങിക്കോളൂ. പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണമെന്നില്ല.